മാനസികമായിട്ട് ഞങ്ങളാകെ തകർന്നിരിക്കുകയാണ്. കാരണം ഒരു ദുർബല നിമിഷം കൊണ്ടാണ് 2 പേര് രക്ഷപ്പെട്ടത്. കാരണം ഗ്യാസ് കത്തിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഞാനും എൻ്റെ അമ്മയും ജീവനോടെ ഉണ്ടാവില്ല. അത്രയും കരുക്കെട്ടാവാൻ സാധ്യത ഉണ്ടായി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഇന്ദിരയും കുടുംബവും. വാഴക്കാട് വല്ലങ്ങോട്ട് പുറായി ഇന്ദിര വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന അംഗമാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും അടുക്കളയിലെ പാത്രങ്ങളുമടക്കം വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ദൈവാധീനം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് ഇന്ദിര പറയുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ മൂസക്കുട്ടിയുടെ സമയോചിതമായ ഇടപെടലും ആശ്വസിപ്പിക്കലും വലിയ കരുത്തായി എന്നാണ് ഇന്ദിര പറയുന്നത്. 2014 കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിജന വിഭാഗങ്ങൾക്കായി നൽകിയ 2.5 ലക്ഷം രൂപ കൊണ്ട് നിർമ്മിച്ച വീട്ടിലാണ് പ്രായമായ അമ്മയോടൊപ്പം ഇന്ദിര താമസിക്കുന്നത്. വയറിംഗ് വർക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. വീട്ടിലെ മറ്റ് ഇടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും വൈദ്യുതീകരണം നടത്തി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി കനിവുള്ള നാട്ടുകാരുടെ സഹായം തേടുകയാണ് ഇന്ദിര. 17 ഞാൻ പണി കഴിഞ്ഞ് വന്ന ഏകദേശം ഒരു 5:30-5:45 അപ്പം ഞാൻ അമ്മയ്ക്ക് വേഗം ഫ്ലാസ്കിൽ നിന്ന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ കുപ്പി എടുക്കാൻ പോയപ്പോൾ കൈ നീട്ടിയത് അടുക്കളയ്ക്ക് വെളിച്ചെണ്ണ കുപ്പി. അപ്പോൾ ഇത് കൂടെ അങ്ങോട്ട് ശക്തിയിലാണ് ഇടി വന്നത്. പിന്നെ ഞാൻ എൻ്റെ ഇത് നോക്കിയില്ല. അമ്മേനെ ഞാൻ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെയാണ് ആരും ഇല്ലായിരുന്നു. ഏട്ടൻ പുറത്ത് പോയതായിരുന്നു. അതിൽ ഇവിടുത്തത് പൊട്ടണ ഒച്ച കേട്ടിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി ഓടി. ഏട്ടൻ എല്ലാവരും കൂടി ഓടി വന്ന്. അപ്പം ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അമ്മേനെയും പിടിച്ചിരുന്നു. അതിൽ ഏട്ടനോട് ഞാൻ പറഞ്ഞു ഗ്യാസാന്ന് തോന്നുന്നു പൊട്ടിച്ചിതറിയെന്ന് തോന്നുന്നു. ഇടിയാന്ന് എനിക്ക് അറിയില്ല, ഗ്യാസാണെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും വന്നപ്പോൾ എല്ലായിടത്തും തീ അടുക്കളയിൽ നിന്ന് തീ കത്തണു, ഇവിടുന്ന് കത്തണു, സർവീസ് വരെ അങ്ങോട്ട് കത്തണു, തെങ്ങ് കത്തണു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഗ്യാസല്ല പൊട്ടിത്തെറിച്ചത്, ഇടിമിന്നലാണ് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ഇടിമിന്നൽ അറിഞ്ഞത്. അപ്പോൾ ഇതിന് എന്താ കാണിക്കേണ്ടത് ഞങ്ങൾക്ക് ആകെ സ്തംഭിച്ച് നിന്ന്. ആരെ വിളിക്കണം, എന്ത് വിളിക്കണം ഒന്നും അറിയില്ല. അതിന് പെട്ടെന്ന് നമ്പർ വന്ന പോലീസ് സ്റ്റേഷൻ നമ്പർ ഉണ്ടായിരുന്നു, അത് അതിൽ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു KCBയിൽ വിളിച്ചിട്ട് ആദ്യം എടുക്കണില്ല. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, സാറ് ഇങ്ങനെ ചെറുവായൂർ ഇങ്ങനെ പറ്റിയിട്ടുണ്ട്, KCBയിൽ അറിയണ നമ്പറിലൊന്ന് വിളിക്കുക. അപ്പോൾ ഓരും വിളിച്ച് അവർ KCBയിൽ വിളിച്ചപ്പോൾ അവർ റിസീവർ എടുക്കണില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഞങ്ങൾ ഓഫീസ് വർക്ക് ചെയ്യണം മുസ്തഫേനെ പണിക്കരപ്രായം ഓരോ വീട് KCBൻ്റെ അടുത്താണ്. അപ്പം ഞാൻ മുസ്തഫേനെ വിളിച്ച്, മുസ്തു ഇങ്ങനെ ഇവിടെ തീ ഒന്നായിട്ട് പടർന്ന് പിടിച്ചിന്, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, പിന്നെ സർവീസ് വയർ കത്തണുണ്ട്, ഒക്കെ പൊട്ടിച്ചിതറിന്, തെങ്ങ് കത്തണം. അപ്പോൾ മുസ്തു നിരേച്ചിയെ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് KCBയിലേക്ക് വണ്ടി എടുത്ത് പോയി. അവിടെ എത്തിയതിന് ശേഷം കൺസ്യൂമർ നമ്പർ ചോദിച്ച്, കൺസ്യൂമർ നമ്പറിൽ നിന്ന് ചോദിച്ച ആ ഇതിലൊരു ചെറുവായൂർ അതിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന് ട്രാൻസ്ഫോമറിൽ നിന്ന് പിന്നെ കറണ്ട് ഓഫ് ആക്കിയിട്ട് ഇവിടെ വന്ന് അവിടുത്തെ സ്റ്റാഫ് ഇവിടെ വന്ന് കണ്ട് പോയി. അപ്പോൾ അവർ പറഞ്ഞ് ഇതിലിനിപ്പോൾ കറണ്ടും കാര്യമൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ഇതിൽ തന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഒന്നാഴ്ച ചിതറിപ്പോയതാണ്, അതിനെക്കൊണ്ട് പുതിയ വയറിങ് ചെയ്യണം KCBയിലെ ആളങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് അവരോടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ തന്നാൽ ഞങ്ങൾക്ക് കറണ്ട് നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞ് അങ്ങനെ അവർ പോയി. പിന്നെ മൂസക്കുട്ടി മെമ്പർ, ഞങ്ങൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി അവർ മൂസക്കുട്ടി മെമ്പർ വാർഡ് മെമ്പറെ വിളിച്ച്, മുസ്തഫയാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറിനൊക്കെ വിളിച്ചത്. അങ്ങനെ അവർ മൂസക്കുട്ടി മെമ്പറെയൊക്കെ വിളിച്ച്, മെമ്പർ ഭാഗത്ത് നല്ല സപ്പോർട്ട് സഹകരണം ഉണ്ടായി. പെട്ടെന്ന് ഒരു പാക്ക് മെഴുകുതിരി നോമ്പുകൂടി മുറിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഓടി വന്നതാണ്. അപ്പോൾ ഒരു പാക്ക് മെഴുകുതിരി ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ കൂരിയ ഇരുട്ടാണ്, എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്, പക്ഷെ നല്ല ഇരുട്ടും വെളിച്ചം കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും എമർജൻസിയും കാര്യമൊക്കെ കൊണ്ടുവന്ന് കത്തിച്ച്, പിന്നെ മെമ്പർ വണ്ടി വിളിച്ച്. കുറേ ആൾക്കാർ കൈക്ക് ഇടി പറ്റിയപ്പം കുറേയൊക്കെ കൈക്ക് ഇങ്ങനെ മരവിച്ച് കിടക്കണം, കൈ കുറേ ഇടിച്ചും തട്ടിയൊക്കെ നോക്കി, എന്നിട്ട് ഒരു അനക്കമില്ല. അപ്പം മെമ്പർ വേഗം ഓട്ടോ വിളിച്ച് എൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ വന്ന്, ഞാനും ഏട്ടനും ഓട്ടോയിലും കയറി, മെമ്പർ വണ്ടിയിലും കയറി. അങ്ങനെ ഇക്ര ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടറെ കാണിച്ച്, ഡോക്ടർ കുറേ മെഡിസിൻ തന്നു, പിന്നെ പുരട്ടാനുള്ള മരുന്നൊക്കെ തന്ന് 2 ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് വന്ന്. പിന്നെ പിറ്റേന്ന് രാവിലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഹരിതകർമ്മസേന അംഗങ്ങളെല്ലാവരും വന്ന് അവരും കണ്ട് നമ്മളെ ഒരു ആശ്വാസവാക്ക് പറഞ്ഞ്.
പിന്നെ പഞ്ചായത്തിൽ നിന്ന് അസിസ്റ്റൻറ്റ് സെക്രട്ടറി മുസ്തഫി രാവിലെ വീണ്ടും മാനസികമായിട്ട് ഞങ്ങളാകെ തകർന്നിരിക്കുകയാണ്. കാരണം ഒരു ദുർബല നിമിഷം കൊണ്ടാണ് 2 പേര് രക്ഷപ്പെട്ടത്. കാരണം ഗ്യാസ് കത്തിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഞാനും എൻ്റെ അമ്മയും ജീവനോടെ ഉണ്ടാവില്ല. അത്രയും കരുക്കെട്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇവിടെ ഏട്ടനും ഇല്ല, അമ്മയും ഞാനും മാത്രമുള്ളായിരുന്നു. നേരെ മറിച്ച് ഒരു 10 മിനിറ്റ് ഞാൻ വരാൻ വൈകുകയാണെങ്കിലും അമ്മ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് അറിയില്ല ലെഡിയാണോ ഗ്യാസാണോ എന്ന് അമ്മയ്ക്ക് അറിയില്ല. എന്തായാലും വളരെ വിഷമത്തിലാണ് ഞങ്ങൾ. ഇത്രയും എമൗണ്ടൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഇനി വയറിങ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു ഹരിതകർമ്മസേന വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിലും ഇപ്പോൾ ഈ അടുത്ത് യൂട്രസ് നീക്കം ചെയ്തൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞ് കിടപ്പിലാണ്. ഏട്ടനാണെങ്കിലും വല്ലപ്പോഴൊക്കെ കൂലിപ്പണി ചെയ്തിട്ടാണ് ഏട്ടൻ നിൽക്കുന്നത്. പിന്നെ അച്ഛനാണ് വാഴക്കാട്. അറിയാം ഈ വീട് പിന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് 2014 കിട്ടിയതാണ്. പട്ടികജാതി വികസന ഓഫീസിന്റെ 2.25 ലക്ഷത്തിലാണ് ബ്ലോക്കിൽ നിന്ന് വീട് കിട്ടിയത്. അമ്മയുടെ 2014 കിട്ടിയത്. അതിപ്പോ പിന്നെ അന്ന് ഇത്ര എമൗണ്ട് ഇല്ലായിരുന്നു, 2.25 ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഒന്നാമത്തെ ഇപ്പം സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് വയറിങ് ഇത്ര എമൗണ്ടിൽ ചെയ്യാം. അപ്പം ഇനി KSEB ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞത് എന്താ, ഇതിലിപ്പോൾ ഇനി ഒരു വയറിങ്ങിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂല. കാരണം മൊത്തമായിട്ട് വയറിങ് ചെയ്യണം എന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞത്. കാരണം ഇതിലിപ്പോൾ വയറിങ് തന്നാൽ ഞങ്ങൾക്ക് പിന്നീട് അവർക്ക് തന്നെ ഒരു വിഷമാവും, എന്തെങ്കിലും ഇതിലും വലിയ അപകടം സംഭവിക്കും എന്നൊക്കെ അവരും പറഞ്ഞു. നമ്മുടെ ഒരു ആവശ്യം ഈ വയറിങ് സംഭവങ്ങൾ കുറ്റമറ്റതായി പൂർത്തീകരിക്കണം. കണക്ഷൻ തരാന്ന് പറഞ്ഞത്. സാറ് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് വയറിങ്ങാരത്തുനിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി തന്നാൽ കറണ്ട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ താൽക്കാലിക മൊബൈൽ ചാർജ് ചെയ്യണ മാമൻ്റെ വീട്ടിൽ പോയിട്ടാണ്. പിന്നെ എമർജൻസി അവിടെ കൊണ്ടുപോയി കുത്തിയേക്കും രാവിലെ. അവിടെ ഇപ്പോൾ എമർജൻസിയും അവിടെ രാവിലെ പോയി കുത്തിച്ചിട്ട് കറണ്ടും കാര്യം വരുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് നമുക്ക് കറണ്ട് കിട്ടാനുള്ള വഴിയാണ്. അമ്മയാണ് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. അമ്മയ്ക്ക് ഇപ്പോൾ ഈ അടുത്തൊരു സർജറി KMCT ഹോസ്പിറ്റലിൽ നിന്ന് സർജറി ചെയ്തതാണ്. അപ്പം അമ്മയ്ക്ക് എന്താ പറയുക, പുറത്ത് പോയിട്ടൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. ബാത്റൂമിലും കാര്യമൊക്കെ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. കറണ്ട് കിട്ടിയാൽ പെട്ടെന്ന് നമുക്കൊരു ഉപകാരമായിരുന്നു. അതപ്പോൾ പ്രതീക്ഷ.